ആഴ്ചതോറും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് നിരവധി കുട്ടികളെ കാണാതാവുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് ട്രെയിനുകളിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. ഇനി അതുമല്ലെങ്കിൽ പറയാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ കാരണത്താൽ കുട്ടികൾ അപ്രത്യക്ഷമാകുന്നു. ആര് രക്ഷിക്കും ഈ കുട്ടികളെ? അതിനൊരു ഉത്തരമുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇൻസ്പെക്ടർ ചന്ദന സിൻഹ യുപിയിലെ റെയിൽ ശൃംഖലയിലുടനീളം രക്ഷപ്പെടുത്തിയത് 1500-ലധികം കുട്ടികളെയാണ്. 2024 മാത്രം രക്ഷപ്പെടുത്തിയത് 494 കുട്ടികളെയും. ആ സേവനത്തിന് ജനുവരി 9 ഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ ഇന്ത്യൻ റെയിൽവേ അവരുടെ പരമോന്നത സേവന ബഹുമതിയായ അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാർ ചന്ദന സിൻഹയ്ക്ക് നൽകി. 2024 ജൂണിൽ ഇന്ത്യൻ റെയിൽവേയുടെ കുട്ടികളെ രക്ഷിക്കാനുള്ള സംരംഭമായ ഓപ്പറേഷൻ നാൻഹെ ഫാരിഷ്ഠയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട അവരുടെ യൂണിറ്റ് ബീഹാറിൽ നിന്ന് പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കുമുള്ള മനുഷ്യക്കടത്ത് റൂട്ടുകളിൽ കുട്ടികളെ തടയുന്നത് ആരംഭിച്ചു. നിരവധി കുട്ടികളെ മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. 2025 അവരുടെ സംഘം 1032 കുട്ടികളെ രക്ഷപ്പെടുത്തി. അതിൽ 39 പേരെ തൊഴിലാളികൾ കടത്തിക്കൊണ്ടുപോയതും 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമൊക്കെ ഉണ്ടായിരുന്നു. സിൻഹയുടെ സംഘം ഇപ്പോൾ എൻജിഒകളുമായും ജില്ലാ അധികാരികളുമായും പ്രവർത്തിക്കുന്നു. പലപ്പോഴും ഒരു യാത്രയെ മറികടക്കുന്ന റെക്കോർഡുകളാണ് അവർ സൃഷ്ടിക്കുന്നത്. 41-കാരിയായ സിൻഹ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് വളർന്നത്. അവരുടെ അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു. 1980കളിലെ IPS ഓഫീസർ കല്യാണി സിംഗിനെ അടിസ്ഥാനമാക്കിയുള്ള ഉഡാൻ എന്ന TV പരമ്പരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വർഷങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷം 2010 അവർ RPFൽ ചേർന്നു. റെയിൽവേ ബോർഡിൽ സേവനമനുഷ്ഠിച്ചു. ഓഫീസർമാരെ പരിശീലിപ്പിച്ചു. ഡെസ്ക് റോളുകളിൽ ജോലി ചെയ്തു. അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിനേക്കാൾ അപ്രത്യക്ഷമായി തന്റെ സേവനം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത് ജോലി നൽകിയാലും അത് പൂർണ്ണമായും ചെയ്യുന്നു. എല്ലാറ്റിനുമുപരി 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ കൂടിയാണ് ചന്ദന സിൻഹ.